ഏവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വട്ടക്കേരി ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം എന്നതിൻ്റെ 3-ാം ഭാഗമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ 2 ഭാഗങ്ങൾ നിങ്ങൾക്കിട്ടിരുന്നു. നിങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി എന്ന് തന്നെ കരുതിട്ട് ഞങ്ങൾ 8-ാം തീയതി വൈകുന്നേരം, അതായത് സന്ധ്യയോടെ ഞങ്ങൾ ഗരുഡവാഹനത്തിൻ്റെ പിന്നാലെ നടന്നെല്ലാം ഫോട്ടോയൊക്കെ എടുത്തു. അതെടുത്ത് നിങ്ങൾക്ക് തരുന്ന മറ്റൊന്നുമില്ല. കഴിഞ്ഞ വർഷങ്ങളിൽ പല യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ കിട്ടിയപ്പോൾ വളരെ കുറച്ചാണ് കിട്ടിയത്. പക്ഷെ അതൊന്നും ചരിത്രങ്ങൾ തരുന്നില്ല. അപ്പോൾ എനിക്ക് പോലും അറിയില്ലായിരുന്നു വട്ടക്കേരിയിലെ ചരിത്രങ്ങൾ. അപ്പം അതേ തുടർന്ന് എനിക്ക് തോന്നി നിങ്ങൾക്ക് ചരിത്രം കൃത്യമായിട്ട് തരണമെന്ന്. ഇപ്പോൾ മാത്രമല്ല, ഇനിയും ഉള്ള കാലങ്ങളിലും അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ തരുന്നത്. അത് വെറുതെ ഒരു ഗരുഡ വാഹനങ്ങളെ കാണിക്കുക എന്നതിനേക്കാൾ അത് വിശദമാക്കി തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ പിന്നിലുള്ള ചരിത്രങ്ങളും നൽകാനാണ്. വട്ടക്കേരി അമ്പലത്തെ ഉത്സവത്തിന് ഉത്സവം എന്ന് പറയാറില്ല, കാരണം അവിടെ പൂജ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഉത്സവം എന്ന് പറയാത്തത്? അവിടെ കൊടിയേറ്റില്ലെന്നാണ് പറയുന്നത്. കൊടിയേറ്റില്ലെന്ന് പറയുമ്പോൾ കൊടിമരവുമില്ല. എന്താണ് കാരണം? അതെന്തുകൊണ്ടാണ്? കൊടിയേറ്റവും കൊടിമരവും വട്ടക്കേരി ക്ഷേത്രത്തിലില്ലല്ലോ. കൊടിമരം എന്നാൽ ക്ഷേത്രമാകുന്ന ശരീരത്തിൽ കുടികൊള്ളുന്ന ദേവന്റെ ഷഡ്ധാര പത്മങ്ങൾ ഉൾക്കൊള്ളുന്ന മേരുദണ്ഡ്, അതായത് നട്ടെല്ലാണ് കൊടിമരം. കൊടികൂറയെ ശക്തി കൊണ്ടും നാദം കൊണ്ടും പൂജിച്ചാണ് ചെയ്യുന്നത്. നാദം എന്നുദ്ദേശിക്കുന്നത് കൊടിക്കൂറയിൽ മണികൾ കെട്ടിടാറുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കൊടിയേറ്റത്തിൽ വായു എന്ന കയറും അഗ്നി എന്ന ധ്വജവുമാണ്. കൊടിയേറ്റുന്നത് ദേവതയെയോ ദേവനെയോ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം ദുഷ്ടശക്തികളെയും ദുർമൂർത്തികളെയും അകറ്റുകയുമാണ് കൊടിയേറ്റത്തോടെ നടക്കുന്നത്. ഇവിടെ സാത്വിക പ്രതിഷ്ഠകൾ അല്ലല്ലോ. കൊടിയേറ്റമില്ലാത്ത കുറച്ച് ക്ഷേത്രങ്ങൾ പലയിടങ്ങളിലും ഉണ്ടെന്ന് കൂടി അറിയുക. ഒരു ദിവസമോ കുറച്ച് ദിവസങ്ങളോ ആണെങ്കിലോ കൊടിയേറ്റം ഉണ്ടാകില്ല. ഗരുഡൻ തൂക്കമോ താലപ്പൊലികളോ തീത്തുള്ളലോ ഗരുഡൻ തുള്ളലിനോ കൊടികയറ്റങ്ങളില്ല. കൂടാതെ നേർച്ച ചടങ്ങ് മാത്രമാണെങ്കിലും ഉണ്ടാകില്ല. വട്ടക്കേരിൽ നേർച്ച ചടങ്ങാണല്ലോ. കൂടാതെ നേരത്തെ പറഞ്ഞ പലതും കൂടി ചേരുമ്പോഴാണ് കൊടികയറ്റം ഇല്ലാത്തതിന്റെ കാരണമാകുന്നതും. കൊടിയേറുന്നത് മുതൽ കൊടിയിറക്കം വരെ വ്രതാനുഷ്ഠാനങ്ങളും മത്സ്യമാംസാദികളും ലൗകിക ജീവിതവും ഉപേക്ഷിക്കണം എന്നാണല്ലോ ശാസ്ത്രം. അതും ഇവിടെ ഇല്ലല്ലോ. കൊടിയേറ്റം കൊടിമരങ്ങളും ഇല്ലേലും ഉത്സവം എന്ന് തീർച്ചയായും ഇവിടുത്തെ പൂജയെ പറയാനാകും. കാരണം വസ്തുതകൾ വെച്ചാണ്. ഉത്സവത്തിന്റെ അർത്ഥം തന്നെ സംസ്കൃത പദമായ ഉത് എന്നാൽ നീക്കുക എന്നും സവ എന്നാൽ ദുഃഖം എന്നുമാണ്. അതായത് ഉത്സവം എന്നാൽ ദുഃഖങ്ങളെ അകറ്റുക എന്ന് തന്നെയാണ്. ഇവിടെയും അങ്ങനെ തന്നെയല്ലേ? ഏവരും എത്ര സന്തോഷത്തിലാണ്. ദുഃഖം ഇവിടെയും നീക്കപ്പെടുകയാണ്. അവിടെ ആഹ്ലാദത്തിലൂടെ, അവിടെ ആഘോഷ തിമർപ്പിലൂടെ. കൊടിയേറ്റിന്റെ മറ്റർത്ഥങ്ങൾ ചേരുമ്പോഴാകും ഉത്സവത്തെ പൂജയായി മാറ്റുന്നത്. അപൂർവങ്ങളാണ് കേരളത്തിൽ ഘണ്ടാകർണ ക്ഷേത്രങ്ങൾ. അതുപോലെ തടി നൈവേദ്യങ്ങളും വിരളമായിരുന്നു. കൊടിമരത്തെ പറ്റിയും കൊടി കയറ്റത്തെ പറ്റിയും ഒത്തിരി അർത്ഥങ്ങൾ വേറെയുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം നമ്മളുടെ വട്ടക്കേരി ക്ഷേത്രത്തിന്റെ ചരിത്രമല്ലേ ആവശ്യം. എങ്കിലും ജനറൽ ആയിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഗരുഡ ക്ഷേത്രം കേരളത്തിലുള്ളതിൽ അതുപോലെ തന്നെയാണ് കരുമാൻ ക്ഷേത്രം. രണ്ടും മലപ്പുറത്തെ തിരൂരിനടുത്തുള്ള ആലത്തിയൂരിലാണ് ഉള്ളത്. ഞാനിവിടെ 3 വർഷത്തോളം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഘണ്ടാകർണൻ ക്ഷേത്രങ്ങൾ ചിലയിടങ്ങളിൽ ആയിട്ടുണ്ട്. ഒരുപക്ഷെ വട്ടക്കേരി ക്ഷേത്രത്തിന്റെ മഹത്വമാകാം. എങ്കിലും അവിടെ എങ്ങും നാനാജാതി മതസ്ഥരുടെ സാന്നിധ്യം കാണാനാവില്ലായിരിക്കാം. അരൂരിൽ നിന്ന് തന്നെ 3 കിലോമീറ്റർ തെക്ക് ഭാഗത്തേക്ക് മാറുമ്പോൾ ഒരു ഘണ്ടാകർണ ക്ഷേത്രം എരമല്ലൂരുണ്ട്. ആയതിനാൽ തന്നെ പണ്ടത്തെ പോലെ തെക്ക് ഭാഗത്ത് നിന്ന് അധികം തടിവരവുകൾ ഇല്ല. ഏറെ പുരാതന സ്വഭാവമുള്ള ഇത്തരം ക്ഷേത്രങ്ങൾ തീരപ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് സാധാരണ ക്ഷേത്രങ്ങളുടെ സംശുദ്ധി, സദാചാരങ്ങൾ എന്ന വിലക്കുകൾ തീരെ ആവശ്യപ്പെടാത്ത മാംസവും മദ്യവും മറ്റും ആചാരങ്ങളിലും വഴിപാടുകളിലും സ്ഥാനം പിടിക്കുന്ന
ഉത്തര കേരളത്തിലെ കാവുകളെ ഓർമ്മപ്പെടുത്തും വിധമൊരു ഘണ്ടാകർണ ക്ഷേത്രമാണ് ദ്രാവിഡ സ്മൃതികൾ ഉണർത്തുന്ന വട്ടക്കേരിൽ ശ്രീ ഘണ്ടാകർണ ക്ഷേത്രം. ബുദ്ധമതത്തിന്റെ അവശേഷിപ്പുകളായ തെക്കൻ കേരളത്തിലെ ഓച്ചിറ, ചെട്ടിക്കുളങ്ങര, പന്തളം തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള കെട്ടുകാഴ്ചകൾ പോലെ തന്നെയാണ് ഇവിടുത്തെ ഗരുഡ വാഹനങ്ങൾ. കുടുംബക്ഷേത്രത്തിന്റെ മേൽവിലാസത്തിലാണെങ്കിലും നിലവിലുള്ള ക്ഷേത്രോത്സവ മാമൂലുകളെ ധ്വംസിപ്പിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളാണ് ഇവിടെ. നേരത്തെ പറഞ്ഞ മന്ത്രവാദങ്ങളും മറ്റും ഉണ്ടായിരുന്നത് കൊണ്ടാകാം ആയതിനാൽ തന്നെ മദ്യവും മാംസവും വർജ്യമല്ല. തടിയുമായി വരുന്ന സംഘങ്ങളിൽ പലരും പണ്ട് മുതലേ മദ്യപിച്ചാണ് വരുന്നത്. കൂടാതെ മാംസ മത്സ്യാദികൾ കഴിച്ചിട്ടുമാണ് വ്രതാനുഷ്ഠാനവും ഇല്ലെന്ന് പറയാം. ദുർമൂർത്തികൾക്ക് സാത്വിക ഭാവമല്ലല്ലോ, അസുരഭാവമല്ലേ. പണ്ട് ശ്രീനാരായണ ഗുരു ദുർമൂർത്തികളുടെ പ്രതിഷ്ഠകൾ മാറ്റി സാത്വിക രൂപങ്ങളെ പ്രതിഷ്ഠിച്ചതായി ഞാൻ കേട്ടിട്ടുണ്ട്. സാത്വിക പ്രതിഷ്ഠകൾ പലപ്പോഴും ജാതീയമായ വേർതിരിവിനെ സൂചിപ്പിക്കാറുണ്ട്. പണ്ടത്തെ ജാതിയോത്സവയുടെ ബാക്കി പത്രങ്ങളാണ് ദേവന്മാരെ പോലും വേർതിരിക്കുന്നത്. ഓരോ ജാതികൾക്കും മേലാളർ നിശ്ചയിക്കുന്ന ദേവന്മാരും ദേവതകളും ദുർമൂർത്തികളും. അത് ബെണ്ണാവിന്റെ ശരീരത്തിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ജാതി സൃഷ്ടിയിൽ നിന്ന് തന്നെ തിരിച്ചറിയാനാവുന്നതാണ്. ആ ചിന്തകൾ പോലും മേലാളരുടെ അടിയാളരിലുള്ള മേൽക്കോയ്മയുടെ അടയാളങ്ങൾ തന്നെയല്ലേ. ബ്രാഹ്മണർ, മാരാർ, വാര്യർ, ഉണ്ണികൾ, ആശാരിമാർ എന്നിങ്ങനെയുള്ള സ്ഥിരം ക്ഷേത്ര അവകാശികൾ ഈ ക്ഷേത്രത്തിൽ സ്ഥാനക്കാരല്ല. അരൂരിന്റെ ആദ്യകാല ഊരാളന്മാരായ ഈഴവരാണ് അവകാശികളും. അതുപോലെ അരയന്മാരുടെയാണ് ഒറ്റയ്ക്കിലെ കൽവിളക്ക് ലഭിച്ചതെന്നാണ് അറിയുന്നത്. അതിനും ചരിത്രമുണ്ട്, അറിയുന്നില്ല. വേല സമുദായവും പുലയ സമുദായവും ഒക്കെ ഈ ക്ഷേത്രത്തിന്റെ ചിലതിന്റെയൊക്കെ അവകാശികളായി തീരുന്നതിൽ നിന്ന് ഇതിന്റെ പുരാതന സ്വഭാവം വെളിവാകുന്നതാണ്. തണ്ടാന്മാർ എന്ന് വിവക്ഷിക്കപ്പെടുന്ന ഈഴവരാണ് ഈ ക്ഷേത്രത്തിന്റെ അവകാശികൾ. എനിക്കറിയാവുന്ന പിൻതലമുറക്കാരാണ് ഇപ്പോഴത്തെ അവകാശികൾ. ആരാണ് ഖണ്ഡകർണൻ? ദാരികാസുര വധത്തിന് ശിവന്റെ തൃക്കണ്ണിൽ നിന്നും അവതാരം കൊണ്ട ഭദ്രകാളിയുടെ ശരീരത്തെ വസൂരി വ്രണങ്ങളെ നക്കിത്തുടയ്ക്കാൻ ശിവന്റെ കണ്ഠത്തിൽ നിന്ന് ജനിച്ച് കർണങ്ങളിലൂടെ, അതായത് കാതിലൂടെ പുറത്തു വന്നതാണ് ഘണ്ടാകർണൻ. അതുകൊണ്ടാണ് ഈ പേര് വന്നതും. അതിന്റെ കഥ ഇങ്ങനെയാണ്. ദാരിക പത്നിയായ മനോദരി തന്റെ ഭർത്താവിനെ ഭദ്രകാളി വധിച്ചത് അറിഞ്ഞ് ദുഃഖത്തോടെ കൈലാസത്തിൽ ശിവനെ പ്രസാദിപ്പിച്ചതിനെ തുടർന്ന് പരമശിവൻ തന്റെ ശരീരത്തിലെ വിയർപ്പ് തുള്ളികൾ വടിച്ചെടുത്ത് മനോദരിക്ക് നൽകി. അതുമായി തിരികെ വരുമ്പോഴാണ് കാളി തന്റെ ഭർത്താവിന്റെ വെട്ടിയെടുത്ത തലയുമായി സന്തോഷപൂർവ്വം വരുന്നത് കാണുന്നത്. അതേ തുടർന്ന് തന്റെ കൈവശമുള്ള വിയർപ്പ് തുള്ളികൾ കാളിയുടെ ദേഹത്ത് മനോദരി തളിച്ചു. അത് താങ്ങാനാവാതെ ഭദ്രകാളി നിലത്തു വീഴുകയും ശരീരമാസകലം വസൂരി പിടിക്കുകയും ചെയ്തു. ഇത് മനസ്സിൽ കണ്ട ശിവൻ തന്റെ ഖണ്ഡത്തിൽ നിന്നും കർണത്തിൽ കൂടി പുറത്തു വന്ന ഘണ്ടാകർണനെ കൊണ്ട് ആ വ്രണങ്ങളെ നക്കി തുളപ്പിച്ചു. കാളി തന്റെ സഹോദരിയായതിനാൽ മുഖത്ത് നക്കിയില്ല. അതുകൊണ്ടാണ് ദാരികന്റെ വധത്തിലുള്ള ചിത്രം ഒഴിച്ചുള്ള കാളിയുടെ ചിത്രങ്ങളിൽ വസൂരിക്കല ഉള്ളത്. മനോദരിയെ കയ്യും കാലും വെട്ടി മനോദരി എന്ന രാക്ഷസിയെ വസൂരിമാലയാക്കി മാറ്റി. വസൂരിമാലയും വട്ടക്കേറിൽ പ്രതിഷ്ഠയായിട്ടുണ്ട്.
മൂന്നിടം അതേപറ്റി പറയാനാണെങ്കിൽ ഒത്തിരിയാണ്. വളരെ ചിന്തിക്കും. സാത്വികവും രാജസ്വം തമസം ഇങ്ങനെ 3 തരത്തിലുള്ള പ്രതിഷ്ഠകളാണ്. അതിൽ സാത്വികം പ്രതിഷ്ഠ വരികയാണെങ്കിൽ ഉദാഹരണം ശ്രീകൃഷ്ണന്റെ ലക്ഷ്മിയുടെ വിഗ്രഹങ്ങളുടെ മുഖഭാവം നോക്കിയാലും അറിയാനാവും. സൗമ്യമായിരിക്കും, ശാന്തതയും ആത്മീയതയുമാണ്. രാജസം പ്രതിഷ്ഠ എന്നാൽ ശക്തിയും ധൈര്യവും വിജയവുമാണ്. വിഗ്രഹങ്ങളിൽ ആയുധങ്ങൾ കൈകളിൽ കാണാനാകും. ഉദാഹരണം ദുർഗ, സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ. അടുത്തത് താമസ പ്രതിഷ്ഠ. ഉഗ്രതയും സംഹാരവും സംരക്ഷണവുമാണ്. വിഗ്രഹങ്ങളുടെ മുഖഭാവം കണ്ടാൽ അറിയാം ഉഗ്രമുഖഭാവമാണ്. ഉദാഹരണം ഭദ്രകാളി, വീരഭദ്രൻ, ഖണ്ഡാകരണം തുടങ്ങിയവ. പ്രതിഷ്ഠകളുടെ ദിശ നോക്കിക്കൊണ്ട് നമുക്ക് ഏത് തരം പ്രതിഷ്ഠകളാണ് ആ ക്ഷേത്രത്തിലുള്ളതെന്ന് നമുക്കറിയാം. ഇതൊന്നും അറിയാതെ സൗകര്യം നോക്കിയാകും പലരും പ്രതിഷ്ഠകൾ പലയിടങ്ങളിലും നടത്താറുള്ളത് എന്ന് തോന്നുന്നു. ഉഗ്രമൂർത്തികളെ നേരിട്ട് ദർശനം നടത്താനാവില്ല എന്നത് പലർക്കും അറിയില്ല. വശത്തു നിന്ന് ഉഗ്രമൂർത്തികളെ ദർശനം നടത്താനാകും. ഹൈന്ദവ ഭക്തർക്ക് ചുരുക്കം ചിലർക്കെങ്കിലും മാത്രമായിരിക്കും ഇതറിയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പോയ ക്ഷേത്രത്തിൽ അവരെ നേരിട്ടാണ് ഉഗ്രമൂർത്തിയെ ദർശിച്ചത്. ഇതാവശ്യമെങ്കിൽ വളരെ വിശദമായിട്ട് ഇതേപ്പറ്റി ഈ 3 പ്രതിഷ്ഠകളെ പറ്റിയും നൽകാനാവും. വട്ടക്കരി ക്ഷേത്രത്തിൽ വശത്തു നിന്നാണ് ആക്ച്വലി ദർശനം. ഗരുഡവാഹനങ്ങളെ അതുപോലെ കിഴക്കോട്ടല്ല ദർശനം വേണ്ടത്. അതോടൊപ്പമാണ് ശാസ്ത്രം ഇതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതട്ടെ. തീർച്ചയായിട്ടും ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുകൂടി പറയുകയാണ്. അടുത്ത വീഡിയോയിൽ വട്ടക്കേരി ക്ഷേത്രത്തിലെ മറ്റൊരു ഐതിഹ്യവുമായാണ് വരുന്നത്. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.